ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലെ ആദ്യത്തെ ടോപ്പിക് ഇക്വേഷൻ ഓഫ് ലൈൻ ആണ്. ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറയുന്നത് വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇതാണ് ഇക്വേഷൻ ഓഫ് ലൈൻ കാണാനുള്ള ഇക്വേഷൻ. ഇതാണ്, ഒന്ന് പഠിച്ചു വെച്ചോളൂ. m into x minus x1 is equal to y minus y1. ഇക്വേഷൻ പഠിച്ചോളൂ മക്കളെ. ഇതാണ് ഇക്വേഷൻ. m into x minus x1 is equal to y minus y1. ക്ലിയർ അല്ലേ? സോ ഇതിൽ കുറെ ക്വസ്റ്റ്യനുകൾ ഉണ്ട്. എ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യനുകൾ. നിങ്ങൾ നോട്ട് അടച്ചു വെച്ച് ഇതിന്റെ കൂടെ ഒന്നും കൂടി ചെയ്ത് നോക്കുകയാണ് വേണ്ടത്, എന്നാലേ കിട്ടുള്ളൂ കേട്ടോ. ഇതിലെങ്ങനെയാണ് സ്ലോപ്പ് കാണുക? ഇതിലെങ്ങനെയാണ് സ്ലോപ്പ് കാണുക? എങ്ങനെയാണ് സ്ലോപ്പ് കാണുക? നമ്മളിപ്പോ പഠിച്ചു. സ്ലോപ്പ് എങ്ങനെ കാണുക? ഈ 9 മൈനസ് 3 ചെയ്യുക. എത്ര 9 മൈനസ് 3? 6 അല്ലേ? 5 മൈനസ് 2 എത്രയാണ്? 5 മൈനസ് 2 എത്രയാണ്? 3. വാട്ട് ഈസ് ദ സ്ലോപ്പ്? 2. ഇത് ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ചെയ്ത് കഴിഞ്ഞാൽ വെരി ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിലെ ഇക്വേഷൻ ഓഫ് ലൈൻ കാണണം. നമുക്കറിയാം എന്താണ് ഇക്വേഷൻ ഓഫ് ലൈൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഒന്ന് ഇക്വേഷൻ ഇരിക്കാം മക്കളെ. എന്താണ് ഇക്വേഷൻ? m into x മൈനസ് x1 is equal to y minus y1 എന്നതാണ് ഇക്വേഷൻ ഓഫ് ലൈൻ. ഇക്വേഷൻ ആണ് പഠിച്ചു വെക്കേണ്ടത്. എന്താണ് ഇക്വേഷൻ? m into x minus x1 is equal to y minus y1 എന്താണ് ഇക്വേഷൻ? m into x minus x1 is equal to y minus y1. നമുക്കറിയാം m എന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? m എന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? 2. കൊടുത്തോളൂ 2. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ബ്രാക്കറ്റ് x മൈനസ് ഇതാണ് x1, ഇതാണ് എന്ത്? y1. ക്ലിയർ അല്ലേ? സോ x1 എന്ന പ്ലേസിൽ എന്ത് എഴുതണം? x1 എന്ന പ്ലേസിൽ എന്ത് എഴുതണം? 2 ഈക്വൽ ടു y മൈനസ് മക്കളെ y1 എന്ന പ്ലേസിൽ എന്ത് എഴുതണം? y1 എന്ന പ്ലേസിൽ എന്ത് എഴുതണം? 3. ഓക്കെ ആണോ? ഓക്കെ ആണോ? സോ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. 2 into x എന്താണ്? 2 into x എന്താണ്? 2x. 2 into minus 2. 2 into minus 2 എത്ര? -4 അല്ലടാ, -4 ഈക്വൽ ടു y മൈനസ് 3. വേണ്ട, ഈക്വൽ ടു y മൈനസ് 3 ഞാൻ എഴുതുന്നില്ല. ആ ഈക്വൽ ടുവിന്റെ റൈറ്റ് സൈഡിലുള്ള മുഴുവൻ സാധനങ്ങളെയും ഈ സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ് ഞാൻ ചെയ്യുന്നത്. y എന്ന് പറഞ്ഞാൽ പ്ലസ് y എന്നാണ് അർത്ഥം അല്ലെ? വെറും y എന്ന് പറഞ്ഞാൽ എന്ത് y ആണ്? പ്ലസ് y. പ്ലസ് y ഇങ്ങോട്ട് വരുമ്പോ എന്താവും? മൈനസ് y. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? -3 ഇങ്ങോട്ട് വരുമ്പോ എന്താവും? +3 ആവും. +3 ആവും. ഈ സൈഡിൽ ആരും ഇല്ലാത്തത് കൊണ്ട് എന്തെഴുതി? 0. മനസ്സിലായില്ലല്ലോ? ഒന്നുകൂടി ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഒന്നുകൂടി ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഒന്നുകൂടി പറഞ്ഞുതരാം. നേരെ നോക്കിക്കോ. പ്ലസ് y എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോ എന്താ വരിക? മൈനസ് y. -3 എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോ എന്താ വരിക? +3. ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് എന്തെഴുതണം? 0. ഇതില് 2 എക്സ് വേരിയബിൾസ് ഉള്ളതൊക്കെ ഒരുമിച്ച് എഴുതണം. ആരൊക്കെയാണ് ഇതിന് വേരിയബിൾസ് ഉള്ളത്? എക്സും വൈയും അല്ലെ? എക്സും വൈയും ഉള്ള ടേംസ് ഒരുമിച്ച് എഴുതണം. ആരൊക്കെയാണ് എക്സും വൈ ഉള്ള ടേംസ്? 2x മൈനസ് y അല്ലെ? അടുത്തത് നമ്പേഴ്സ് ഉള്ള ടേം ഏതൊക്കെയാണ്? -4ഉം 3ഉം. -4ഉം 3ഉം കൂടി ആഡ് ചെയ്താൽ എത്രയാണ്? -1. സോ ഇതായിരിക്കും ആൻസർ. വെരി സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ അല്ലേ? നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാലേ കിട്ടുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിലെ ഒരു പോയിന്റ് ആണോ 15 എന്നാണ് ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനില് എക്സിന്റെ ഭാഗത്ത് 1ഉം ഫൈയുടെ ഭാഗത്ത് y ഇട്ട് കൊടുക്കുക.
ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ, ഇതേപോലെ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് പോയിന്റ് ആണ്. ചെയ്യേണ്ട പ്രോസസ് എക്സിന്റെ പ്ലേസിൽ 1 എന്നതും എക്സിന്റെ പ്ലേസിൽ 1 എന്നതും y എന്നതിന്റെ പ്ലേസിൽ 5 എന്നതുമാണ് കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? സോ ഈ എക്സിന്റെ പ്ലേസിൽ ഞാൻ എന്ത് കൊടുക്കണം? എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? 1. സോ 2 into 1 പറ 2. ക്ലിയർ അല്ലേ? വൈയുടെ പ്ലേസിൽ എന്താ കൊടുക്കേണ്ടത്? 5. സോ ഇത് ചെയ്ത് നോക്കണം. വേണ്ട 2 ഞാൻ അതേപോലെ എഴുതി. -5 - 1 എത്ര? -6. ആൻസർ എത്ര? ആൻസർ എത്രയാണ് പറയണ? ആൻസർ എത്ര? ഇത് ഈ പോയിന്റ് ആണോ? 1, 5 ഇതിലെ പോയിന്റ് ആണോ? എന്തായിരുന്നു നമുക്ക് കിട്ടേണ്ടിയിരുന്നത്? എന്തായിരുന്നു നമുക്ക് ആൻസർ കിട്ടേണ്ടിയിരുന്നത്? 0 കിട്ടേണ്ടിയിരുന്നു. എക്സിന്റെ പ്ലേസിൽ 1 എന്നതും വൈയുടെ പ്ലേസിൽ 5 എന്നും കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ 0 ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത്. പകരം നമുക്ക് എന്താ കിട്ടിയത്? -4. അതുകൊണ്ട് ഇത് പോയിന്റ് ആണോ? അല്ല. ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ ഓഫ് ലൈൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എഴുതാനാണ്. എന്താണ് എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാല്? എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എഴുതാനാണ് ക്വസ്റ്റ്യൻ. എന്താണ് എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാല്? അത് എന്താണ് എഴുതേണ്ടത്? എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ എഴുതേണ്ടത്? ഇക്വേഷൻ ഓഫ് ലൈൻ ആണ് എഴുതേണ്ടത്. വലിയ പണിയൊന്നുമില്ല. നമ്മളിപ്പോ ചെയ്ത പോലെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. ഈസിയാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. വേഗം ക്വസ്റ്റ്യൻ വായിച്ചോളൂ. നിങ്ങൾ സ്വന്തം ചെയ്യാം. ബുക്കിൽ നോക്കാതെയാണ് ചെയ്യേണ്ടത്. ഒന്ന് ചെയ്തു നോക്കൂ. ബുക്കിൽ നോക്കാതെ ഒന്ന് ചെയ്തു നോക്കൂ. ഈ ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്വന്തം ചെയ്തു നോക്കൂ. ഒന്ന് ചെയ്തു നോക്കൂ. എങ്ങനെയാണ് ഇതിലെ ഇക്വേഷൻ ഓഫ് ലൈന്? ആദ്യം സ്ലോപ്പ് കാണാനാണ്. സ്ലോപ്പ് എങ്ങനെ കാണുക? എങ്ങനെ ഇതിലെ സ്ലോപ്പ് കാണുക? 1 - 0 അല്ലെ? what is 1 - 0? 1 - 0 എന്ന് പറഞ്ഞാൽ എന്താ? what is 1 - 0? 1. അടുത്ത 6 - 4 എന്ന് പറഞ്ഞാൽ എന്താ? 2. സോ സ്ലോപ്പ് എന്ന് പറയുന്നത് 1/2 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ ഇതിൽ ഇക്വേഷൻ ഓഫ് ലൈന് കാണാനാണ്. എന്താണ് ഇക്വേഷൻ ഓഫ് ലൈൻ? എങ്ങനെ കാണുക? ഇക്വേഷൻ ഓഫ് ലൈൻ എങ്ങനെ കാണുക? എന്താ ഇക്വേഷൻ? m into x minus x1 is equal to y minus y1. പൊന്നു മക്കളെ, ഇതാണ് ഇക്വേഷൻ. ഇക്വേഷൻ പഠിക്കണം. m എന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? m എന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? 1/2. ക്ലിയർ ആണോ? x മൈനസ് x1 എന്താ കൊടുക്കണ്ടേ? x1 എന്താ കൊടുക്കണ്ടേ? 4. ഇതാണ് x1. ഇതാണ് y1 അല്ലെ? x1 എല്ലായിടത്തും 4 എന്ന് കൊടുക്കണം. y മൈനസ് y1 എല്ലായിടത്തും എന്താ കൊടുക്കണ്ടേ? y1 എല്ലായിടത്തും എന്താ കൊടുക്കണ്ടേ? 0. കണ്ടോ? y1 0 ആണ്. സോ ഈ ഇൻറ്റു 2 ഇങ്ങോട്ട് പോകുമ്പോ എന്താ വരിക? ഈ ഇൻറ്റു 2 ഇങ്ങോട്ട് പോകുമ്പോ എന്താ വരിക? അങ്ങനെ ഫ്രാക്ഷൻ വന്ന എല്ലാ ക്വസ്റ്റ്യനിലും ആ ഇൻറ്റു 2 അപ്പുറത്ത് കൊണ്ടുപോകണം കേട്ടോ. സോ ബാക്കില് അതേപോലെ എഴുതുകയാണ്. 1 into x minus 4, 2 into y minus 0. y minus 0 എന്നിട്ട് y എന്ന് മാത്രം എഴുതിയ പോലെ 0 എഴുതേണ്ട ആവശ്യമുണ്ടോ? y minus 0 എന്നിട്ട് 0 എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 2 into y എന്ന് എഴുതിയാൽ മതി. സോ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. വേഗം ആൻസർ പറഞ്ഞ 1 into x എന്താ? 1 into x എന്താ? 1 into x എന്ന് പറഞ്ഞാൽ x ആണ്. 1 into x എന്ന് പറഞ്ഞാൽ x ആണ്, അല്ലാതെ 1 അല്ല. 1 into 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മറ്റേ സൈഡിൽ ഒരു +2y ഉണ്ട്. അത് ഈ സൈഡിലേക്ക് വരുമ്പോ എന്താവും? -2y ആവും. സോ ഇതാണ് ഇക്വേഷൻ.
ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ എക്സും വൈയും അടുത്തെടുത്ത് എഴുതാം. ഏതൊക്കെയാണ് ഇതിൽ എക്സും വൈകളും? ഇതിൽ എക്സും വൈകൾ ആരൊക്കെയാണ്? എക്സ് മൈനസ് 2y. ഇത് വേണമെങ്കിൽ അടുത്ത് എഴുതാം. എക്സ് മൈനസ് 2y മൈനസ് 4 = 0 എന്നായിരിക്കും ആൻസർ കിട്ടുക. ഇത് അത്ര വലിയ പണിയൊന്നുമില്ല, വെരി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ചെയ്ത് നോക്കണം കേട്ടോ. സി ക്വസ്റ്റ്യൻ എന്താ? ഇതില് A7 ഒരു പോയിന്റ് ആണ് എന്നാ പറഞ്ഞത്. സോ എക്സിന്റെ അവിടെ എന്ത് കൊടുക്കണം? എക്സിന്റെ അവിടെ എന്ത് കൊടുക്കണം? ഞാൻ ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ എക്സിന്റെ അവിടെ എന്ത് കൊടുക്കണം? പറയടാ. വൈയുടെ അവിടെ എന്ത് കൊടുക്കണം? വൈയുടെ അവിടെ എന്ത് കൊടുക്കണം? 7. ഈ ഇക്വേഷനിൽ എക്സിന്റെ അവിടെ എ കൊടുക്കണം. ഒന്ന് പറഞ്ഞോ. എക്സ് കാണുന്നോടത്തൊക്കെ എ കൊടുക്കുക. പറഞ്ഞ എ മൈനസ് വൈ കാണുന്നോടത്ത് എന്താ കൊടുക്കണ്ടേ? വൈ കാണുന്നോടത്ത് എന്താ കൊടുക്കേണ്ടത്? 7 അല്ലേ? സോ 2 × 7 മൈനസ് 4 = 0. ഇതൊന്ന് എ കാണാനാണ് ക്വസ്റ്റ്യൻ. സോ നിങ്ങൾക്ക് അറിയാം 2 × -7 എന്താ? 2 × -7 എന്താ? -14 മൈനസ് 4 = 0. എ മൈനസ് -40 -4 എത്ര? -18 = 0. ഇതൊന്നും എങ്ങനെ എ കാണുക? A = -18 അങ്ങോട്ട് പോയാൽ എന്താ വരിക? +18. അപ്പുറത്തൊരു 0 ഉണ്ട്. 0 + 18 എന്നാ വരിക. 0 + 18 എന്ന് പറഞ്ഞാൽ എന്താ? 18 എന്ന ആൻസർ കിട്ടും. സോ എ എന്ന് പറയുന്നത് 18 എന്നായിരിക്കും ആൻസർ കിട്ടുക. വെരി സിമ്പിൾ ആണ്, നിങ്ങൾ ചെയ്തു നോക്കിയാലേ കിട്ടുള്ളൂ. സി ക്വസ്റ്റ്യൻ ഉണ്ട്. കട്ട് വൈ ആക്സിസ്. എന്താണ് കട്ട് വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത്? കട്ട് വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? എക്സിന് എന്ത് കൊടുക്കണം? 0. എന്താണ് നമ്മുടെ ഇക്വേഷൻ? അല്ലേ നമ്മുടെ ഇക്വേഷൻ? അല്ലേ? ഇവിടെ എക്സിന് എന്ത് കൊടുക്കണം? എക്സിന് എന്ത് കൊടുക്കണം? പറ. 0. 0 - 2y = 4. ഇതെങ്ങനെ =4 ആയത്? ഇതെങ്ങനെ =4 ആയത്? -4 അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇതൊന്ന് y വേഗം കണ്ടുപിടിക്കാൻ പറ്റും. -2y = 4 ആണ്. y വേഗം കണ്ടുപിടിക്ക്. എത്ര y വരിക? y എത്ര വരിക? പറടാ. -2 ഇങ്ങോട്ട് പോകുമ്പോ എന്താ വരിക? -2 ഇൻറ്റു ആണ് ശരിക്കും. ഇവിടെ ഇൻറ്റു ആണ് അല്ലെ? ഇത് ഇങ്ങോട്ട് പോകുമ്പോ ഡിവൈഡഡ് ആണ് ആവുക. ഇത് +2 എഴുതി വെക്കരുത്. ഇത് ഇങ്ങോട്ട് പോകുമ്പോ ഡിവൈഡഡ് ബൈ -2 എന്നാണ് ആവുക. സോ what is y? -2. സോ നമുക്കറിയാം x 0 ആണ്, y -2 ആണ്. കോർഡിനേറ്റ് എങ്ങനെ എഴുതുക? 0 -2 എന്നുള്ളതാണ് കോർഡിനേറ്റ് വരിക. 0 -2 എന്നുള്ളതാണ് കോർഡിനേറ്റ് വരിക. വലിയ പണിയൊന്നുമില്ല, വെരി സിമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യനും കൂടി ഒന്ന് വേഗം ചെയ്യാം. എങ്ങനെയാണ് 3, 4 ഇതിലെ പോയിന്റ് ആണോ എന്ന് നോക്കുക. എങ്ങനെയാണ് 2, 4 ഇതിലെ പോയിന്റ് ആണോ നോക്കുക. എക്സിന്റെ അവിടെ എന്ത് കൊടുക്കണം? എക്സിന്റെ അവിടെ എന്ത് കൊടുക്കണം? 3. സോ 2 × 3 അല്ലേ? അല്ലേ? മൈനസ് വൈയുടെ അവിടെ എന്ത് കൊടുക്കണം? വൈയുടെ അവിടെ എന്ത് കൊടുക്കണം? 4. സോ ബാക്കി അതേപോലെ എഴുതുക. 2 × 3 എത്രയാണ്? 6. -4 -2 എത്രയാണ്? 6. ആൻസർ 0 കിട്ടി. ആൻസർ 0 കിട്ടിയതിന്റെ അർത്ഥം എന്താ? അത് അതിലെ പോയിന്റ് ആണ്. ഇനി കട്ട് എക്സ് ആക്സിസും കട്ട് വൈ ആക്സിസും ഇപ്പൊ ഞാൻ പഠിപ്പിച്ചു തരുന്നു. എങ്ങനെ കട്ട് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? കട്ട് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? കട്ട് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? y 0 കൊടുക്കണം. ഈ ഇക്വേഷനിൽ y കാണുന്നോടത്തൊക്കെ 0 കൊടുക്കണം. y കാണുന്നോടത്ത് y 0 എന്ന് പറഞ്ഞാൽ എഴുതേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? y ഉള്ള ടേം എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്ന് പറഞ്ഞ എത്രയൊക്കെ ആൻസർ? 2x = -2 അങ്ങോട്ട് പോയ എന്താ? +2. What is answer? x = 2/2. What is 2/2? What is 2/2? What is 2/2? 1. സോ കോർഡിനേറ്റ് പറഞ്ഞാൽ എന്തൊക്കെയാണ് വരിക? 1 0 എന്ന് വരിക, 0 1 എന്ന് വരിക, 1 0 എന്ന് വരും. 1 0. ഇതേപോലെ കട്ട് വൈ ആക്സിസ് എങ്ങനെ ചെയ്യാം? കട്ട് വൈ ആക്സിസ് എങ്ങനെ ചെയ്യാം? കട്ട് വൈ ആക്സിസ് എങ്ങനെ ചെയ്യാം? x 0 കൊടുക്കണം. ഏത് നമ്മുടെ ഇക്വേഷൻ?
ഈ ഇക്വേഷനിലാണ് എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. എക്സിലെ ടേം എഴുതുക വേണ്ട, മനസ്സിലായോ? സോ ബാക്കിയുള്ളത് പറഞ്ഞ -y -2 = 0. ആ -2 അപ്പുറത്ത് കൊണ്ടുപോവുക, എന്താ വരിക? അല്ലെങ്കിൽ ഈ -y അപ്പുറത്ത് കൊണ്ടുപോവുക, എന്ത് വേണേലും ചെയ്യാം. -y അപ്പുറത്ത് കൊണ്ടുപോയാൽ എന്താ? y = -2 എന്ന് കിട്ടും. സോ കോർഡിനേറ്റ് എന്താ വരിക? 0 -2 എന്ന് കിട്ടും. കട്ട് എക്സ് ആക്സും കട്ട് വൈ ആക്സും. സോ ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറയുന്ന പോർഷൻ ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. വെരി സിമ്പിൾ ആണ്, വേഗം പഠിക്കും.